എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ മഴയായതുകൊണ്ട് ഇങ്ങനെ എന്നെ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ ചെയ്യുന്ന ഒരു പരിപാടിയാട്ടോ. ഒന്നും ചെയ്യാനില്ലാതെ നമുക്കൊന്നും ഇരിക്കുകയില്ല. എന്നാലും ഞാൻ സമയം കണ്ടെത്തി ചെയ്യാത്ത ഒരു പരിപാടി, നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുമ്പം ചെയ്യുന്ന ഒരു പണിയാണ് ഈ പ്രാവിൻ്റെ വെള്ളം കൊടുക്കുന്ന കുപ്പികൾ. പ്രാവിനെന്നല്ല, കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കും കുപ്പിക്കകത്ത് ഈ സെയിം കുപ്പിയിലായിരുന്നു വെള്ളം കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷികൾക്കൊക്കെ വെള്ളം കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കുപ്പി. ഞാൻ ഈ മഴയത്തൊഴുകി വരുന്ന ചരലും മണലും ഒക്കെ കുറച്ച് വാരി എടുക്കുവാണ്. വെറും കല്ലും മണലും ഒക്കെ ആണെങ്കിലും മതി, കല്ലും മണ്ണും ഒക്കെ മതി. ഇപ്പം എനിക്ക് ചരലുണ്ട്, അതുകൊണ്ട് ഞാനതങ്ങ് വാരിയെടുത്തു. തുള്ളി സോപ്പ് പൊടി ഇട്ടു. എന്നിട്ട് ഒരു അര സ്പൂണേ ഉള്ളൂ. അപ്പം ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഈ കുപ്പിക്കകത്തോട്ട് ഇടുക. പ്രാവിന് വെള്ളം കൊടുക്കുന്ന കുപ്പികളാണ്. അപ്പോൾ ഇതിനകത്ത് ഈ പച്ച പായലൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഈ കുപ്പിക്കകത്തോട്ട് കുറച്ച് വാരിയിട്ടു. അത് നന്നായിട്ട് കുലുക്കി. ഒത്തിരി നേരം ഒന്നും കുലുക്കണ്ട. പെട്ടെന്ന്, വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഇതിനുള്ളിലെ ആ കറയും ഒക്കെ അങ്ങ് പോയി കിട്ടും. നമ്മൾ ബ്രഷൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം ഇരിക്കണം. ഇതാകുമ്പം പിന്നെ നമുക്ക് പടപടപടയെന്നും പറഞ്ഞ് പരിപാടി തീരും. അപ്പം ഞാൻ അതുകൊണ്ട് അങ്ങനെ ഒരു കുപ്പിയിലിട്ടു. ആ കുപ്പിയിൽ നിന്ന് അടുത്ത കുപ്പിയിലോട്ട് അത് തന്നെ ഒഴിച്ചു. ഇനി ഈ കല്ലൊക്കെ കുറച്ച് ചാടിപ്പോകും. ആ സമയത്ത് നമ്മൾ ആ കുറച്ച് ചരലൊക്കെ നമ്മൾ ബാക്കി വെച്ചതുണ്ടാവുമല്ലോ, അപ്പോൾ അതേക്കൂട്ട് കുറച്ച് വാരി അങ്ങോട്ട് ഇടുക. വാരിയിട്ട് അടുത്ത ക്ലീൻ ചെയ്യുക. അങ്ങനെ ക്ലീൻ ചെയ്ത് ഓരോ കുപ്പിക്കകത്തോട്ട് ഇടുക. കുലുക്കി പെട്ടെന്ന് തന്നെ അത് അതിനുള്ളിൽ ഇതെല്ലാം പോയി കിട്ടും. ഞാൻ പിന്നെ അതിനെല്ലാം കുലുക്കി ആദ്യം അങ്ങ് വെക്കും. അതിൻ്റെ കൂടെ നമ്മൾ ഒരു ചെറിയ ബ്രഷ് ഇട്ടിട്ട് ഈ കുലുക്കിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിന് ഈ മോൾ ഭാഗത്ത് അടപ്പ് തുറക്കുന്ന ഭാഗത്തുണ്ടല്ലോ, തുറക്കുന്ന ഭാഗത്ത് ഒരു ശകലം കറയൊക്കെ കാണും, അടപ്പ് അടച്ചിരിക്കുന്ന ആ ഭാഗത്ത്. അപ്പം നമ്മൾ ആ ഭാഗത്ത് ചെറിയൊരു ബ്രഷ് ഇട്ടിട്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കും. ആ ബ്രഷ് ഇട്ട് ഉരച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ അടപ്പിരിക്കുന്ന ആ ഭാഗത്ത് ഈ കുലുക്കിയാൽ അവിടത്തെ പോകത്തില്ല. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിനെ വാഷ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ എല്ലാ കുപ്പികളും ഒന്ന് വാഷ് ചെയ്ത് മൊത്തം ഒന്ന് കുലുക്കി എടുക്കട്ടെ. ഇതിനുള്ളിൽ നിന്ന് അടുത്തതിനകത്തോട്ട് ഒഴിച്ചാൽ മതി. വളരെ സ്പീഡായിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഓരോരോ കുപ്പികളും, കുറേ കുപ്പികളുണ്ട്, അതെല്ലാം ഒന്ന് എടുത്തിട്ട് നമുക്ക് വൃത്തിയാക്കി എടുക്കാം. പുറത്തോട്ട് ഇറങ്ങാൻ പറ്റാത്ത പോലെ മഴയാട്ടോ. ഇപ്പം ആദ്യം കുടയൊക്കെ ചൂടിപ്പോയി മണൽ വാരിക്കൊണ്ട് വന്നു. വാരി കഴിഞ്ഞപ്പം പിന്നെ ഇച്ചിരി മഴ വീഴാത്ത സ്ഥലത്തോട്ട് മാറിയിരുന്ന ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഒരു കയ്യിൽ ഫോണുണ്ട്, ഒരു കയ്യിൽ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ഓർക്കും, ഈ ആരെങ്കിലും ഒരാൾ എനിക്കൊരു ഈ വീഡിയോ ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഞാൻ ഈ രാവന്തിയോളം എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതൊക്കെ ഓരോ സംഭവങ്ങളാക്കി ഇതിനകത്ത് ഇടുവാണെങ്കിൽ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷെ നമുക്കാരും ഹെൽപ്പ് ചെയ്യാനില്ല. പക്ഷെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നമ്മളെന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആൾക്കാരുണ്ടാകും. അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെ ചെയ്ത് ശരിയായില്ല, അതല്ല ഇതല്ല അങ്ങനെയല്ല. മൊത്തത്തിൽ നമ്മളൊരു പോസിറ്റീവ് അല്ല, നെഗറ്റീവ് എനർജിയാണ് നമുക്ക് എപ്പോഴും എല്ലായിടത്തു നിന്നും കൂടുതലായിട്ട് കിട്ടുക. നമ്മളതിനെ മൈൻഡിനെ എങ്ങനെയെങ്കിലും സെറ്റാക്കി നമ്മളതിനെ റെഡിയാക്കി നമ്മളായിട്ട് സ്വന്തമായി ഉണ്ടാക്കുന്ന ഒരു എനർജിയിലാണ് നമ്മളെല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ഓരോരുത്തരും പലരും, ചിലർക്കത് നെഗറ്റീവായിട്ട് തന്നെ അവരുടെ മൈൻഡിൽ ഇങ്ങനെ കരഞ്ഞും വിഷമിച്ചും അങ്ങനെയൊക്കെ ഇരിക്കും. പക്ഷെ ഞാനൊന്നും അങ്ങനെയല്ല കേട്ടോ. ആരെങ്കിലും നെഗറ്റീവ് പറഞ്ഞാലും അപ്പം തോന്നുന്ന ആ ഒരു നെഗറ്റീവ് ഉണ്ടെങ്കിലും പക്ഷെ നമ്മുടെ മൈൻഡിൽ എന്താണോ ശരി എന്ന് തോന്നുന്ന അത് മാത്രമേ ചെയ്യത്തുള്ളൂ. അങ്ങനെ ഈ വെള്ളം പോകുന്നത് കണ്ടുകൊണ്ട് ഇപ്പോൾ എല്ലാവരും പറയുമായിരിക്കും വെള്ളം കളയുന്നു, ഒരുപാട് വെള്ളമാണെന്നൊക്കെ. പക്ഷേ ശരിക്കും വെള്ളം നല്ല റണ്ണിങ് വാട്ടറിനകത്തിട്ട് ഈ കുപ്പി കഴുകിയിട്ടില്ല എന്നുണ്ടെങ്കിൽ സോപ്പിൻ്റെ അംശം ഉണ്ടാവും. അപ്പോൾ ഈ സോപ്പിൻ്റെ അംശം ശരിക്കും പോയിട്ടില്ലെങ്കിൽ പ്രാവ് അത് കുടിക്കുമ്പം സോപ്പ് അംശമല്ലേ, അത് വളരെ ചെറിയൊരു ഇതുള്ളൊരു ജീവിയാണല്ലോ, അപ്പം അത് ചത്തുപോകും. അപ്പം ഇതുപോലെ വെള്ളം ആ പതയും സാധനം എല്ലാം കളഞ്ഞ് വളരെ ക്ലീനായി, ഈ ക്ലീനായ വെള്ളമാണ് നമ്മളിനി പ്രാവിന് കൊടുക്കാൻ പോകുന്നത്. അപ്പം ഓരോരോ കുപ്പിയും നന്നായിട്ട് വാഷ് ചെയ്ത് ഞാനിതുപോലെ വെള്ളം നിറച്ച് എല്ലാത്തിനകത്തും വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇത് കൊണ്ടുപോയിട്ട് വെറുതെ അവിടെ നിന്ന് തൂക്കിയിട്ട് കൊടുത്താൽ മതി. ഇത് വല്ലപ്പോഴും ചെയ്യുള്ളൂ, മാസത്തിലൊന്നാണ് ഞാൻ ചെയ്യാറ് കേട്ടോ. സ്ഥിരമായിട്ട് ഇങ്ങനെ വാഷ് ചെയ്തിട്ടൊന്നും അല്ല കൊടുക്കുന്നത്, അതിനുള്ള സമയമൊന്നും നമുക്ക് കിട്ടത്തില്ല. പക്ഷേ മാസത്തിലൊന്നൊക്കെ ഞാനിതിങ്ങനെ വാഷ് ചെയ്യും. എന്നിട്ട് അല്ലെങ്കിൽ ഒരു ഉളുമ്പ് മണമുണ്ട് ഈ കുപ്പിക്ക്, ഉളുമ്പ് മണം, ആ കൊടുക്കുന്ന വെള്ളത്തിനൊരു മണം. അപ്പം എനിക്ക് തന്നെ വെള്ളം എടുക്കാൻ ഒരു ഇഷ്ടക്കേട് തോന്നും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഈ ഹുക്ക് ഉണ്ട്, ഈ ഹുക്ക് എത്തലിട്ടേക്കുന്നത് കൊണ്ട് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് പ്രാവും കൂടുതലൂടെ ഇട്ടാൽ മതി. ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ആരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ.